ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം റാഗി പഠിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റിൽ ചോദിച്ചിരുന്നു, റാഗി പഠിക്കുമ്പോൾ തരി ഉണ്ടാവില്ലേ, അപ്പോൾ കുറുക്കുമ്പോൾ കുട്ടികൾക്ക് തരി ചെന്നാൽ വയറുവേദനയൊക്കെ എടുക്കില്ലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറുക്കുന്ന സമയത്ത് വെള്ളത്തിൽ കലക്കുമ്പോൾ അത് അരിച്ചിട്ട് ആ വെള്ളം കുറുക്കിയെടുത്താൽ മതിയാ. ഷോർട്ട് വീഡിയോ കാരണം ഞാൻ കുറുക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ചിലർ റാഗി തലേദിവസം വെള്ളത്തിട്ട് കുതിർത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് അടിക്കും. എന്നിട്ട് അതൊന്ന് അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് ആ വെള്ളമാണ് കുറുക്കി കൊടുക്കുക. ഞാൻ കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൊടിച്ച് വെച്ചത് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് കുറുക്കുണ്ടാക്കുന്നത്. പിന്നെ പാലും നെയ്യൊക്കെ ചേർത്ത് രുചി കൂടും. അത് നമ്മുടെ കുട്ടികൾ കുടിക്കുന്നതിനനുസരിച്ച് വേണം. ചില കുട്ടികൾക്ക് പാൽ ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവർ ചിലപ്പോൾ കുടിക്കില്ല, നെയ്യുടെ രുചി ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അപ്പോൾ അവരത് കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള കുറുക്ക് കിട്ടും. പിന്നെ നമ്മൾ കുറുക്കുമ്പോൾ ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് എനിക്കായി അറിവ് കിട്ടിയത് ഞാൻ ഒരിക്കൽ ഇവിടെ ബാലവാടി ഒരു ക്ലാസ്സിന് പോയപ്പോൾ ഒരു കോട്ടയത്തുള്ള നേഴ്സാണ് പറഞ്ഞത്, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു പൊടി ചേർത്താലാണ് ആ കുറുക്കിൻ്റെ രുചി കൂടാന്ന്. ആ ക്ലാസ്സിൽ ആ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ ഞാൻ എൻ്റെ മോൾക്ക് കുറിക്കുന്നപ്പോൾ ഒന്നും ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാനൊരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടാണ് കുറുക്കിയെടുക്കാറ്. അപ്പോൾ അത്യാവശ്യം കട്ടുള്ള കുറുക്കനെ നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ കുറിക്കാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.